സുഗമോ ദേവിയുടെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവികയ്ക്ക് ജോലി കിട്ടുന്നുണ്ട്. ആ ഒരു സന്തോഷം എല്ലാവരും ആഘോഷിക്കുന്നു. കൂടാതെ ദേവിക നന്ദനെ വിളിച്ച് തനിക്ക് ജോലി കിട്ടിയ കാര്യം പറയുന്നു. ഇൻ്റർവ്യൂവിനുള്ള കാർഡ് വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പം നന്ദൻ ആകെ അതിശയം വരുന്നു. കാരണം ഏതോ ഒരു കമ്പനിയിൽ നീ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചെന്ന് പറയുന്നത് കേട്ടു. ഇത്രയും പെട്ടെന്ന് ജോലി ശരിയായോ? എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ലെന്ന് നന്ദൻ പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അങ്ങനെ ഒരു അത്ഭുതം നടന്നു നന്ദു. അങ്ങനെ നന്ദൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് ജോലി കഴിഞ്ഞ്. ദേവിക വന്ന് നന്ദനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം നന്ദൻ ഏത് കമ്പനിയിലാണ് ജോലി കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പം ദേവിക പറയുന്ന കമ്പനിയുടെ പേര് കേട്ട് നന്ദൻ ആകെ ഷോക്കാവുന്നു. കാരണം നന്ദൻ കാർ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന അതേ കമ്പനിയിലാണ് ദേവികയ്ക്കും ജോലി കിട്ടിയിരിക്കുന്നത്. താൻ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നതെന്നുള്ള കാര്യം വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇനി എല്ലാവരും അറിയുമെന്നുള്ളൊരു പേടിയിൽ നന്ദൻ ഷോക്കായിട്ട് വാടി നിൽക്കുന്നത് കണ്ടിട്ട് ദേവിക ചോദിക്കുന്നു, എന്ത് പറ്റി നന്ദു? നന്ദുവിൻ്റെ മുഖം എന്താ വാടിയത്? എനിക്ക് ജോലി കിട്ടിയത് നന്ദന് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതൊന്നുമില്ല, ഞാൻ മറ്റു ചില കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നയാ. അപ്പം ദേവിക ചോദിക്കുന്നത്, മറ്റെന്ത് കാര്യം? ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് നന്ദുവിൻ്റെ മുഖം വാടിയല്ലോ. പിന്നീട് നന്ദു ആ പ്രശ്നം അങ്ങ് കോംപ്രമൈസ് ആക്കി എടുക്കുന്നുണ്ട്. അതേസമയം ത്യാഗരാജനെ ഇടയ്ക്കിടയ്ക്ക് ആ മേഡം വിളിച്ച് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞു കൊടുത്ത് ത്യാഗരാജനെ കൂടുതൽ ക്രൂരനാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. സ്വത്ത് തട്ടിയെടുക്കുക എന്നതിലപ്പുറം ചന്ദ്രമതിയോട് പ്രത്യേക സ്നേഹമോ കരുതലോ ഒന്നും ഇപ്പോഴില്ല. ചന്ദ്രമതിയെ കണ്ട് ത്യാഗരാജൻ ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വരുന്ന സമയത്ത് ചന്ദ്രമതിയാണെങ്കിൽ പ്രഭാവതിയെ കണ്ട് തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടും കമ്പനിയും മറ്റു കാര്യങ്ങളെല്ലാം പ്രഭാവതിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പ്രഭാവതിയെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ത്യാഗരാജൻ വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ചേച്ചി, കമ്പനിയും മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊക്കെ പറയാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? ഇത് ബാലുവും സിദ്ധുവും തമ്മിലുള്ള കാര്യമാണ്. ബാലു ഇപ്പോഴില്ല. ബാലുവിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് പറയുക, കമ്പനിയും മറ്റു കാര്യങ്ങളും ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുന്നതിന് നിൻ്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. നീയും കൂടി ചേർന്ന് ഞാൻ ഒരുപാട് അവരെ ദ്രോഹിച്ചിട്ടുണ്ട്. അതൊന്നും പാടില്ലായിരുന്നെന്ന് ഇപ്പോഴെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് ത്യാഗരാജ, നീ വഴി മാറിയേക്ക്. എനിക്ക് ഈ ഡോക്യുമെൻറ്റ്സൊക്കെ എത്രയും പെട്ടെന്ന് പ്രഭാവതി ഏൽപ്പിക്കണം. അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇല്ല, അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല. ത്യാഗരാജൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ബാലുവേട്ടനെ കൊന്ന ആളുകൾക്കാണ് ഇപ്പോൾ സ്വത്തുക്കൾ വിട്ടുകൊടുക്കാൻ പോകുന്നത്. എല്ലാം വിട്ടുകൊടുക്കുമ്പം മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ആ സിദ്ധാർത്ഥൻ പുറത്തിറങ്ങും. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഡോക്യുമെൻറ്റ്സ് അവരെ ഏൽപ്പിക്കണം. എന്നിട്ട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. അതിന് നീ തടയിടാൻ നിൽക്കണ്ട. അത് കേട്ടിട്ട് ത്യാഗരാജൻ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ പറയുന്നത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള ചേച്ചിയുടെ ജീവിതം നരകതുല്യമായി തീരും. ഈ വീട്ടിനകത്ത് മാത്രം കഴിയേണ്ടി വരും ചേച്ചി. അത് കേട്ടിട്ട് ചന്ദ്രമതി മൈൻഡ് ചെയ്യാതെ പോകാൻ നോക്കുമ്പം ത്യാഗരാജൻ ചന്ദ്രമതിയുടെ കൈ പിടിച്ച് തടഞ്ഞ് അവിടെ നിർത്തുന്നുണ്ട്. അന്നേരം ത്യാഗരാജൻ്റെ മറ്റൊരു മുഖം ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഇത്രയും നാൾ ഒരു കൊടും വിഷപ്പാമ്പിനെയാണ് താൻ തീറ്റിപ്പോറ്റിയെന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നു. സഹായത്തിനിപ്പം തനുജ പോലും ഇല്ല. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ത്യാഗരാജൻ കൈയൊഴിയുമെന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നു. സ്വത്തിന് വേണ്ടിയിട്ടാണ് ത്യാഗരാജൻ ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്രയും നാൾ ഇവൻ കാണിച്ച സ്നേഹമൊന്നും സത്യസന്ധമായിരുന്നില്ല. സ്വത്തിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ച സ്നേഹമാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നു. എന്തായാലും ചന്ദ്രമതിയും ത്യാഗരാജനും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുന്നതായി കാണിക്കുന്നു. എന്തായാലും ചന്ദ്രമതിയെ രക്ഷിക്കാനായിട്ട് ചന്ദ്രോത്തുകാരൻ തന്നെ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്നേരമാണ് ആ ഒരു ക്ഷമ പൂർണ്ണമാകുകയുള്ളൂ. ത്യാഗരാജനെ ജയിലിൽ പറഞ്ഞുവിടാനുള്ള ആ ഒരു കരുത്തൊക്കെ ഇപ്പോഴും പ്രഭാവതിക്കുണ്ട്. കാട്ടൂരാനോട് കാര്യങ്ങൾ പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ചന്ദ്രമതിയുടെ രക്ഷകയായിട്ട് പ്രഭാവതി എത്തും. മേരി തോമസ് വഴി ത്യാഗരാജനെ അഴിക്കുള്ളിലാക്കാനും സാധിക്കും. എന്തായാലും പുതിയ മേടം വഴി ത്യാഗരാജന് അഴിക്കുള്ളിലേക്ക് കയറാനുള്ള ഒരു അവസരം കിട്ടും. പുതിയ മേടത്തിൻ്റെയും ത്യാഗരാജൻ്റെയും പദ്ധതികൾ മുഴുവനും പൊളിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ദേവികയെ തന്നെ ഓഫീസിൽ ജോലി കൊടുക്കുന്നത് എന്തോ ഒരു പ്ലാൻ മനസ്സിൽ വെച്ചിട്ടാണ് ആ മേടം. അതൊന്നും നടക്കാതെ എല്ലാം പൊളിയുന്ന ഒരു നിമിഷം കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.